ഇതിൻ്റെ പവർ കൂട്ടാനുള്ള പരിപാടിയാണ്. ഇതിൻ്റെ അകത്താണ് നമ്മൾ പവറും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. ആപ്പ് ടൂല് ഇതിൻ്റെ അകത്ത് കിക്ക് ഷിഫ്റ്റർ ആഡ് ചെയ്തിട്ടില്ല. ഓണാക്കാൻ നേരത്ത് സ്പാർക്ക് പ്ലഗ് വന്നിട്ടുണ്ട്. ഇനി കണക്ട് ചെയ്യാൻ നേരത്ത് 12,000. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ്. ഞാൻ മുമ്പ് ഒരു കാണാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. മുമ്പ് RC 390 ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു 390 ചെയ്ത സെയിം വീഡിയോ നമ്മളിപ്പോൾ ഡ്യൂക്ക് 125 ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ 125യുടെ പവർ എന്താണെന്ന് ഒരു ഇതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇതിൻ്റെ പവർ കൂട്ടാനുള്ള പരിപാടിയാണ്. പവർ കൂട്ടാനായിട്ട് ഒരു ആറ്റം ബോംബ് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പവർ ടോണിക്കാണ് വണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇതിൻ്റെ പവർ കൂട്ടാനായിട്ട്. അപ്പം പവർ ടോണിക്ക് വയ്ക്കുന്ന മുമ്പായിട്ടുള്ള വണ്ടിയുടെ പവർ എങ്ങനെ നോക്കാം, പവർ ടോണിക്ക് വച്ചിട്ട് വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെ നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് നമ്മൾ കഴിഞ്ഞ RCയിൽ നമ്മൾ പവർ ടോണിക്ക് സെറ്റ് ചെയ്ത് അവിടെ തന്നെ പോകുന്നത്, പുള്ളിയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി അവിടെ വണ്ടി ചെയ്തുകൊണ്ട് ഊരിപ്പണിഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഹസാർഡൊക്കെ വയ്ക്കാൻ വേണ്ടി ഊരിപ്പണിഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് മെയിൻ റോഡിൽ കയറി ജസ്റ്റ് ഒന്ന് ഫസ്റ്റിലുള്ള കട്ട് ഓഫും ഒന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം പവർ ടോണിക്ക് വച്ചിട്ടുള്ള കട്ട് ഓഫൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് മെയിൻ റോഡിലോട്ട് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ പവറിന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാമേ. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് തന്നെ പോവാം. 41 54 ശരി നോക്കിയില്ലല്ലോ. 91 4ാമത്തെ ഗിയറിൽ കട്ട് ഓഫായി. 4 വരെ പോയാൽ മതി. തിരിച്ചൊന്നര പോട്ടെ. ഓക്കെ, 40 56 74 ഓക്കെ, 40 51 74 അത്രയൊക്കെയാണ് തോന്നുന്നത് ഓരോ കട്ട് ഓഫ് ഒക്കെ അതിൻ്റെ അകത്ത് ഉള്ളത്. ഇനിയിപ്പോൾ പവർ ടോണിക്ക് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കട്ട് ഓഫ് എവിടെ വരെ പോകും നോക്കാം. അപ്പോൾ നമ്മളിതാ സെറ്റ് ചെയ്യാനുള്ള സ്പോട്ട് എത്തി. നമ്മൾ അനുസരിച്ച് അയക്കുന്ന. ഓക്കെ, അപ്പോൾ നമുക്ക് പണി തുടങ്ങാമെങ്കിൽ. ഓക്കെ ഓക്കെ, നമുക്ക് ഈ ഒരു പവർ ടോണിക്ക് ഇനിയിപ്പോൾ അൺബോക്സ് ചെയ്യാം. ഇതിപ്പോൾ ഒരു 125 വരുന്ന പവർ ടോണിക്കാണ്. ഓരോ വണ്ടിക്കും അതിൻ്റേതായ വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ മെയിൻ സാധനം. സാധിക്കുന്നത് ഇതിൻ്റെ അകത്താണ് നമ്മൾ പവറും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. സാധനം എത്ര ഉള്ളെങ്കിലും പവർ മൊത്തം ഇതിൻ്റെ അകത്താണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ പവർ ടോണിക്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോയിൽ, നമ്മൾ RC 390. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ കൊടുത്തേക്കാം കേട്ടോ. ഇതതിൻ്റെ വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതൊക്കെ ഒരുപാട് അതൊക്കെ നമ്മൾ അൻസിൽ പ്രോ അവിടെ സെറ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ കാണിക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റാം. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ കീ ചെയിൻസും പിന്നെ സ്റ്റിക്കറും ഉണ്ട്. കഴിഞ്ഞ RCയിൽ വെച്ച സ്റ്റിക്കർ ഫുള്ള് ഞാനാണ് കൊണ്ടുപോയത് കേട്ടോ. കീ ചെയിനും സ്റ്റിക്കർ ഫുള്ള് ഞാനാണ് കൊണ്ടുപോയത്. പക്ഷേ ഇതിൻ്റെ ഓണർ അടുത്തുണ്ട്, അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ ഡ്യൂക്കിലോട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഡ്യൂക്ക് ഇവിടെ അഴിച്ച് പണിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, നമ്മൾ അൻസിൽ പ്രൊയിൽ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ക്യാമറമാൻ അവിടെ മാരകമായ വീഡിയോ വർക്കിലാണ്. അപ്പം അൻസിൽ പ്രൊയുടെ ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതുപോലെ കയറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അപ്പം ആദ്യം നേരെ പവർ ടോണിക്ക് സെറ്റ് ചെയ്യല്ലേ, അല്ലേ ആസാഡ് സെറ്റ് ചെയ്യണോ? സെറ്റ് ചെയ്താ? ആഹാ, അപ്പം ഓക്കെ. അപ്പോൾ ഇനിയിപ്പം പവർ ടോണിക്ക് സെറ്റ് ചെയ്താൽ കാണാമേ. ഇതിന്റെ പവർ ടോണിക്കിന്റെ റേറ്റ് എത്ര? 18. പഴയ സെയിം റേറ്റ് തന്നെ 18,000 തന്നെ. റേറ്റ് കാര്യങ്ങളൊന്നും ഡിഫറൻസ് എല്ലാ വണ്ടിക്കും അല്ല. നമുക്ക് ഒരു 690 cc ഉള്ള നമ്മളെ ഡ്യൂക്കിന് വരെ ഈ റേറ്റേ വരുന്നുള്ളൂ. അതിന് മേപ്പോട്ടുള്ള വണ്ടിയൊക്കെല്ലാം റേറ്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ബ്രാൻഡ് ബേസിക്കിലും കാര്യങ്ങൾക്കെല്ലാം റേറ്റ് കാര്യങ്ങൾ ഡിഫറൻസ് ഒന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ 18,000 രൂപയുടെ ഈ ഒരു മുതലാണ് നമ്മളിപ്പോൾ 125 സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും അപ്പം പവറിൻ്റെ ഡിഫറൻസ് എന്തായാലും കാണും. അപ്പോൾ അതെന്തായാലും നമുക്ക് ഓടിച്ചെടുക്കാൻ നോക്കാമേ. അപ്പോൾ ഇതിനകത്ത് കാര്യമായ അഴിച്ചുപണി കാര്യങ്ങളൊന്നുമില്ല. എല്ലാം സൈഡിൽ കൂടെ തന്നെ നമുക്ക് വയർ എടുക്കാം. പോരാതെ നമ്മളെ കൈകളും കാര്യങ്ങളെല്ലാം കയറുന്ന ഭാഗത്തിനാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കണക്ട്. അപ്പം പണിയാൻ പോലും നമുക്ക് എളുപ്പമാണ്. അപ്പം എനിക്ക് അറിഞ്ഞുകൂടാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന പവർ ട്രോണിക്കിൻ്റെ മെയിൻ ഓഫീസിലെ ദീപക് എന്ന് പറഞ്ഞ പുള്ളിയാണ്. പുള്ളി കണ്ണൂരുകാരനാണ്, പുള്ളി മലയാളിയാണ്. അപ്പം പുള്ളി അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഓരോ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ. അപ്പം പുള്ളിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് മാപ്പ് 2 ആഡ് ചെയ്യുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളും. അപ്പോൾ പുള്ളിയോട് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു, മാപ്പ് 2 ആഡ് ചെയ്യാൻ നേരം സ്വിച്ച് വേണം, അതായത് ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അല്ല, ക്വിക്ക് ഷിഫ്റ്ററിനകത്ത് വരുന്നത് നമുക്ക് അപ്പ് മാത്രമേ വരത്തുള്ളൂ, ഡൗൺ വരത്തില്ല എന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് ഷിഫ്റ്ററിനകത്ത് അപ്പ് മാത്രമേ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ 13,000 രൂപ എടുത്ത് നമ്മൾ മേടിച്ച് വയ്ക്കുമ്പോൾ ഈ ഗിഫ്റ്റ് ഷിഫ്റ്റർ ഇല്ലാത്ത അപ്പും ഡൗണും ഇല്ലാതെ നമ്മൾ ഇത്രയും കോസ്റ്റ് എടുത്ത് മേടിച്ചിട്ട് ഉപയോഗമല്ല ഉണ്ടാകും. ഞാൻ പറഞ്ഞാൽ അങ്ങനെ ആവശ്യമില്ല. നമുക്ക് സഡൻലി നമുക്ക് അടിച്ച് കയറി പോകാൻ വേണ്ടിയിട്ട്, അതായത് എല്ലാവരും ഇപ്പം പെട്ടെന്ന് എത്തണം, മുമ്പേ എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ പോകാൻ വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് ഷിഫ്റ്ററിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഇതിനകത്ത് പവർ ട്രോണിക്കിൻ്റെ കൂടെ തന്നെ പവർ ട്രോണിക് റൈസിംഗ് ഡൈന എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം എനിക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു. അന്ന് ചോദിച്ചിരുന്ന പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാൽ റൈസിംഗ് ഡൈനയാണ് നമ്മളെ പവർ ട്രോണിക്കിൻ്റെ ശരിക്കുമുള്ള സോഫ്റ്റ്വെയർ.
പക്ഷേ അത് അങ്ങനെ ആർക്കും ആഡ് ചെയ്ത് കൊടുക്കത്തില്ല. ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ സ്റ്റോറിൽ ചെന്നാൽ മാത്രമേ അവർ ചെയ്യത്തുള്ളൂ. പക്ഷേ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് വരും. പോരാത്തന്നെ ഈ യൂണിറ്റ് തന്നെ ചെയ്യും, ഇതിനകത്ത് വേറൊരു മാപ്പും കൂടെ ആഡ് ചെയ്യും. അപ്പം ഡബിൾ പവറായിട്ടാണ് വരുന്നത്. അതുപോലെ അപ്പോൾ അതിനകത്ത് എക്സോസ്റ്റ് വരും, ഫിൽറ്ററിൻ്റെ ഉള്ളവരും എല്ലാത്തിൻ്റെ മാപ്പുകൾ അതിനകത്ത് കൺവെർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഇതേപോലെ സൈഡിലോട്ട് വരുമ്പം നമുക്ക് ത്രോട്ടിൽ പൊസിഷനും കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാനുള്ള റൈസിങ് ഡൈനേരെ തന്നെ ഒരു യൂണിറ്റാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള ഒറിജിനൽ ECUവിനകത്ത് നമ്മൾ കൊടുത്തിട്ട് കണക്ഷനകത്ത് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടെങ്കിൽ മാത്രമേ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഈ സാധനം നമ്മൾ മസ്റ്റായിട്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ എല്ലാ ഐറ്റംസുകളും പ്ലഗ് ആൻഡ് പ്ലേ ആണ്. പോരാത്തന്നെ ഇത് കണക്ട് ചെയ്ത് നമ്മളെ ലാപ്പിലോട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാം ചെയ്യാനായിട്ടുള്ള USB കേബിളാണ്. ഇത് നമ്മളെ ECUയിലോട്ട്, അതായത് നമ്മളെ ഈ ECUയിലോട്ട് കണക്ട് ചെയ്യുന്ന പ്ലഗാണ്. അപ്പോൾ എന്താ നമ്മളെ വയറിംഗ് കിറ്റ് ഇത്രയും ഐറ്റംസ് ഇതിനുള്ളിൽ വരും. CKP എന്ന് പറയുന്നത് നമ്മളെ ക്രാങ്ക് ഷിഫ്റ്റിലോട്ടുള്ളതാണ്. ക്രാങ്കിൻ്റെ അകത്തുള്ള ക്രാങ്കാണ് നമ്മളെ മെയിനായിട്ട് നമ്മളെ BHP കാര്യങ്ങളെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതിലോട്ടാണ് മെയിനായിട്ട് ഈ കണക്ഷൻ കൊടുക്കുന്നവരും. പിന്നെ നമ്മളെ ഈ സെൻസർ എന്ന് വരുന്ന സംഭവം നമ്മളെ ക്വിക്ക് ഷിഫ്റ്ററിനായിട്ടുള്ള വയറാണ്, സെൻസറിലേക്കുള്ള വയറാണ്. അപ്പോൾ ഇത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ ആഡ് ചെയ്യാൻ നേരത്ത് മാത്രം കൊടുത്താൽ മതി. പിന്നെ വരുന്ന TPS എന്ന് ത്രോട്ടിൽ പൊസിഷൻ സെൻസർ, അതിനാണ് TPS എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ ഇഞ്ചക്ടറിലോട്ടുള്ള ലൈൻ, ഇഞ്ചക്ടറിലോട്ട് ഈ ഒരു ഇത് കൊടുക്കണമെന്ന് വെച്ചാൽ ഇഞ്ചക്ടറിനെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് വേണ്ട ആവശ്യത്തിനായിട്ടുള്ള ഫ്യൂൽ ആ ടൈമിങ്ങിനകത്ത് കൊടുക്കാനുള്ള ഫ്യൂൽ, അതാണ് നമ്മളെ നോർമൽ എക്കണോമിയിൽ പോകുന്ന വെഹിക്കിളാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നോർമലി ഈ വണ്ടിക്ക് ഇപ്പം 14 മൈലേജ് കിട്ടുന്നുണ്ടെങ്കിൽ വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു നോർമൽ എക്കണോമി കമ്പനി എന്നൊരു എക്കണോമി 45-50 അതിനകത്ത് നമ്മൾ എക്കണോമി വരുന്നത്. ഈ എക്കണോമിക്കകത്ത് പോണ വണ്ടി ഒരു 40-45 പോകുന്ന വണ്ടിക്ക് 40 മൈലേജ് ആണ്, ഒരു 45-46 ആ റേഞ്ച് മൈലേജ് നമ്മളിലോട്ട് കൺവേർട്ട് ചെയ്യും. പക്ഷേ അതിനനുസരിച്ച് നമ്മൾ കൈ കൊടുത്ത് മൂപ്പിക്കുക, അങ്ങനെ ചെയ്താൽ മൈലേജ് ഏത് വണ്ടിയിലും കുറേ തന്നെ ചെയ്യും. അതും ഇതിനകത്ത് അതേപോലെ തന്നെ നേരെ റിയാക്ഷൻ സംഭവിക്കും. ഈ ഒരു സ്വിച്ചാണ് നമ്മളെ മാപ്പ് 2 മാപ്പ് 1 കൺവേർട്ടിലോട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഡിസ്കണക്ട് ടു മാപ്പ് 1 കണക്ട് ചെയ്ത് മാപ്പ് 2. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന രീതി ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാം. ഇതിനകത്ത് സെറ്റ് ചെയ്യാനുള്ള രീതികളും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിച്ചു തരാം, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വയർ വലിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മളെ വയറിംഗ് ഒക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇലക്ട്രോണിക്കിൻ്റെ മെയിൻ സാധനം സെറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ വയറിങ്ങിൻ്റെ കണക്ഷനും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെ ഇപ്പോൾ ഒരെണ്ണം ഇങ്ങനെ അടുത്ത് ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടേക്കാണ്, ഇതിൻ്റെ ആവശ്യമില്ലല്ലേ സംഭവം. ഇത് വരുന്നത് വെച്ചാൽ BS4 അതേപോലെ BS6 വണ്ടിയൊക്കെ 5 പിന്നാണ് വരുന്നത്. അത് 390 അങ്ങനെയുള്ള വണ്ടിയൊക്കെയാണ്. 390 അതായത് പുതിയ BS4 BS6 വണ്ടിയൊക്കെ വയറിങ്ങിൻ്റെ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതിനിപ്പം എല്ലാവരും അങ്ങനെ കോമൺ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പം ഡ്യൂക്ക് KTM-നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വേരിയൻറ്റുകൾ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ വയറുകൾ എടുത്തത്. നമ്മളെ നോർമലായിട്ട് BS3 BS4 എന്നീ വണ്ടികളിൽ അതായത് 200 125 BS3-കകത്ത് നമ്മൾ BS390-ക്ക് ഒരു 3 പിന്നാണ് വരുന്നത്. പക്ഷേ BS4-ലോട്ട് വന്നപ്പോൾ 5 പിന്നായി, BS6-ലോട്ട് വന്നപ്പോൾ വീണ്ടും 5 പിൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വയർ ഡിസ്കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ചുമ്മാ മാറ്റിയിട്ടുണ്ട്, വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളെ ഇഞ്ചക്ടർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇഞ്ചക്ടർ അങ്ങനെ കാണാൻ RC നമ്മൾ ചെയ്തപ്പോൾ ഫുൾ ഊരിയുണ്ട്, എല്ലാം കറക്റ്റ് കാണാൻ പറ്റി. ഇതിനകത്ത് അത്രത്തോളം ഊരേണ്ട കാര്യം വയറ് കൊടുക്കേണ്ട സമയം മാത്രം മതി അല്ലേ, വണ്ടി ഒന്നും വലിച്ചില്ല. പിന്നെ ഇവിടെ നമ്മളെ സ്പാർക്ക് പ്ലഗിന്റെ ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗ് കാണാൻ പറ്റത്തില്ല, ഞാൻ ഒന്നും ഊരിയില്ല, കാര്യം ഊരേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഊരിയില്ല. പിന്നെ നമ്മളെ ത്രോട്ടിൽ പൊസിഷൻ സെൻസർ അത് എവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ RC സെറ്റ് ചെയ്ത സെയിം സാധനം തന്നെ, സെയിം സാധനം തന്നെ. അതിനകത്ത് കുറച്ച് വയറിംഗ് കുറച്ച് മാറ്റം ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ RC-യിലെ വീഡിയോ ഇങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നോക്കിയാൽ വയറിങ്ങിൻ്റെ കണക്ഷനും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവമാണ് ഇത് കേട്ടോ. ഇതിൻ്റെ പേരെന്താ? ഇത് നമ്മളെ സ്റ്റോക്ക് ECUവിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വയറിൻ്റെ എന്തെങ്കിലും കണക്ഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. എവിടെയെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വയറൊന്നും കറക്റ്റ് അല്ല, നമ്മളെ സെൻസർ ഒന്നും കറക്റ്റ് വർക്ക് ആവുന്നില്ല, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മളെ വയറിംഗ് കിറ്റെല്ലാം ഊരി മാറ്റിയിട്ട് ഒന്നേ പറഞ്ഞ പഴയതല്ല വീണ്ടും സെറ്റ് ചെയ്തിട്ട് ഇത് ചെക്ക് ചെയ്തിട്ട് മാറ്റി മാറ്റിയാൽ പവർ ട്രോണിക് ആഡ് ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഇത് നമ്മൾ പഴയ വീഡിയോയിൽ നേരത്തെ ഡീറ്റെയിൽസ് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ നമ്മൾ അതിനുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു. ഫസ്റ്റ് ടൈമാണ് ഞാൻ അത് ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം 4-5 പേർക്ക് ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തു, അവർക്കെല്ലാം അയച്ചു കൊടുക്കണേ. അപ്പോൾ എൻ്റെ പുള്ളി ഇവിടെ വന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് പുള്ളി അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കത് സെറ്റ് ചെയ്യാം. തീർന്ന് പരിപാടി വലിച്ച് പുള്ളി ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കുക. നമ്മളെ ഇഗ്നിഷൻ ഓണാക്കി. ഇഗ്നിഷൻ ഓണാക്കാൻ നേരത്ത് സ്പാർക്ക് പ്ലഗ് വന്നിട്ടുണ്ട്, ഇഗ്നിഷൻ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ലൈൻ ഇപ്പം ഇവിടെ ഓഫാക്കി കഴിഞ്ഞാൽ ഇത് ഓഫാവും. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് TPS സെൻസർ. ഇതിപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല,
ഫുള്ളിതാ കൈ കറക്കാൻ നേരത്ത് കണ്ടോ ചെറുതായിട്ടൊന്ന് വെട്ടമൊന്ന് കത്തി നല്ല രീതിയിൽ തിളങ്ങി വരും. അത് ത്രോട്ടിൽ പൊസിഷൻ സെൻസറിന് കംപ്ലൈൻറ്റ് ഇല്ല എന്ന് കാണിക്കുന്നതിനാണ്. നമ്മൾ കൊടുത്ത വേറെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് കാണിക്കുന്നത്. പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ക്രാങ്ക് പൊസിഷൻ്റെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇഞ്ചക്ടറിൻ്റെ ലൈൻ വന്നു, അതേപോലെ സ്പാർക്ക് പ്ലഗിന് വന്നു. പക്ഷേ ഇവിടെ 2 ലൈനും കത്തിയിട്ടില്ല, പക്ഷേ ക്രാങ്ക് പൊസിഷൻ കത്തുന്ന കാണിച്ചു തരാം. ക്രാങ്ക് പൊസിഷൻ്റെ ലൈൻ നമ്മൾ ഫുൾ ത്രോട്ടിലാവുന്നിടത്ത് മാത്രമേ അതിനകത്ത് ചെറുതായിട്ടൊന്ന് വെട്ടം കത്തിയത്. അപ്പം ക്രാങ്ക് പൊസിഷൻ ലൈനും കറക്റ്റാണ്. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. ഇനിയാണ് നമ്മൾ പവർ ട്രോണിക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് വയറും കാര്യങ്ങളൊക്കെ ഒന്ന് വലിച്ച് കണക്ട് ചെയ്യാനുണ്ട്. അതിന് ശേഷം നമുക്കത് സെറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ വണ്ടിയുടെ സ്റ്റോക്ക് RPM കട്ട് ഓഫ് ആവുന്ന ആദ്യം നോക്കാം കേട്ടോ. നമുക്കിപ്പോൾ 10,000 അല്ലേ? 9,000 10,000 നിൽക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ RPM കട്ട് ഓഫ് ആയത് 10,000-ലാണ്. ഇനി അടുത്ത നമുക്ക് പവർ ട്രോണിക് സെറ്റ് ചെയ്തിട്ട് കട്ട് ഓഫ് എത്രയും നോക്കാമേ നമുക്ക്. പരിപാടി കഴിഞ്ഞ് ഇപ്പോൾ വാണിംഗ് ലൈറ്റ് വന്നു. ഈ വാണിംഗ് ലൈറ്റ് നമുക്ക് സിംഗിൾ ചെറുതായിട്ടാണ് ഫ്ലാഷ് ആവുന്നുണ്ടല്ലേ. ഈ ചെറുതായിട്ട് ഫ്ലാഷ് ആകുമ്പോൾ ഇത് മാപ്പ് 1 ആണ്. ചെറുതായിട്ട് ഫ്ലാഷ് ആകുമ്പോൾ അതായത് ഒന്നിട്ടായിട്ട് മാത്രമേ ഫ്ലാഷ് ആവത്തുള്ളൂ. എന്നിട്ട് നമുക്കതൊന്ന് ഓണാക്കാം. എന്നിട്ട് ഞാൻ മാപ്പ് 2 എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഓക്കെ. 12,000 കയറി. നേരത്തെ 10 കിടന്ന RPM ആണ്, ഇപ്പോൾ ഒറ്റയടിക്ക് 12,000 കയറി. മാപ്പ് 2 ഒന്ന് കണക്ട് ചെയ്യാം. കപ്ലർ മാത്രം ഒന്ന് കണക്ട് ചെയ്ത് മാപ്പ് 2 കണക്ട് ആയി. മാപ്പ് 2-ലോട്ട് കണക്ട് ആവും. അപ്പോൾ കണക്ട് ആവുന്ന രീതി പറഞ്ഞുതരാം. അപ്പോൾ മാപ്പ് 2-ലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫ്ലാഷ് 2 പ്രാവശ്യം ഫ്ലാഷ് ആവുന്നു. പച്ച 2 പ്രാവശ്യം അടുപ്പിച്ച് ഫ്ലാഷ് ആവും. ഇത് മാപ്പ് 2 ആണ്. മാപ്പ് 1 സിംഗിൾ മാത്രം. പക്ഷേ മാപ്പ് 1-നകത്ത് നമുക്ക് വരുന്നത് നോർമലായിട്ട് ഫ്യൂലിൻ്റെ കൺട്രോളും ഇഞ്ചക്ടറിൻ്റെ കൺട്രോളും അതേപോലെ തന്നെ 9,000 നേരെ 12,000-ലോട്ട് നമുക്ക് കൺവേർട്ട് മാത്രം. പക്ഷേ അതിനകത്ത് എക്സ്ട്രാ BHP കാര്യങ്ങളൊന്നും ആഡ് ആവത്തില്ല. മാപ്പ് 2 3 to 5 BHP കറക്റ്റ് ആഡ് ആവും. അത് 4,000 5,000 ഇടയ്ക്കായിരിക്കും നമുക്ക് BHP കൺവേർട്ട് ആയി വരുന്നത്. അപ്പോൾ നമ്മുടെ പവർ ട്രോണിക് ഇത്രയാണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. ഇപ്പോൾ പവർ ട്രോണിക് സെറ്റ് ചെയ്ത വണ്ടിയും കൊണ്ട് ഞാൻ ഇപ്പോൾ ടെസ്റ്റ് അടിക്കാൻ പോവുകയാണ്. നമ്മളെ മെയിൻ റോഡിൽ ഇറങ്ങിയിട്ട് ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ കേട്ടോ. വണ്ടിക്ക് കാര്യമായിട്ടുള്ള ഞാൻ പറഞ്ഞിരിക്കില്ല എന്ന് വെച്ചാൽ ഇനീഷ്യൽ പവർ വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. മാപ്പ് 2 സെറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് 5 BHP കൂടിയിട്ടുണ്ടെന്നാണ് പറയണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് 14.5 BHP ആണ് വണ്ടിക്ക് സ്റ്റോക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 18-20 അടുപ്പിച്ച് BHP ഇതിൻ്റെ അകത്ത് കൂടിയിട്ടുണ്ട്. പിന്നെ ഈ പവർ ട്രോണിക് സെറ്റ് ചെയ്യാൻ നേരത്തെ വണ്ടിയുടെ മൈലേജിന് കാര്യമായിട്ടുള്ള മാറി സംഭവിക്കും കേട്ടോ. അപ്പോൾ 6 to 8 നമുക്ക് വ്യത്യാസം വരും മൈലേജിൻ്റെ കാര്യത്തിൽ. ഇനിയിപ്പോൾ പവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മെയിൻ റോഡിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ കാണിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, മെയിൻ റോഡെത്തി വണ്ടി ഇവിടെ നിർത്തിയിട്ടില്ല. വണ്ടിയിലെ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു റോഡിൽ കട്ട് ഓഫ് അടിച്ച് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് ഇതൊന്നും ആരും അനുകരിക്കാതിരിക്കുക. ഇതൊക്കെ ഇതിൻ്റെ യൂസ് അറിയാൻ വേണ്ടിയിട്ടാണ്. കണ്ട 12,000-ലാണ് RPM കട്ടായത്. വണ്ടിക്ക് BHP കൂടിയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നല്ല രീതിക്കുള്ള പവറും കാര്യങ്ങളും ഇപ്പോൾ വണ്ടിക്ക് വന്നിട്ടുണ്ട്. അയ്യോ, അവിടെ MID കിടക്കണം. മതി, ഇനി അങ്ങോട്ട് പോകണ്ട, തിരിച്ചു പോകാം. വണ്ടിയുടെ ബ്രേക്ക് പിടിച്ചോണ്ടോ വാരി MID കണ്ടോണ്ട്. BHPയുടെ കേസിൽ വണ്ടിക്ക് അത്യാവശ്യം കൂടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്ന് വെച്ചാൽ നേരത്തെ ഓടിച്ചപ്പോൾ ഇത്ര പവർ വണ്ടിക്ക് തോന്നിച്ചില്ല. അതിനേക്കാളും ഒരുപാട് വ്യത്യാസം ഒന്നുമില്ല, അതിനേക്കാളും കുറച്ചുകൂടെ വ്യത്യാസം ഇപ്പോൾ വണ്ടിക്ക് വന്നിട്ടുണ്ട്. പിന്നെ മൈലേജും കാര്യങ്ങളൊക്കെ ഇതിന് കിട്ടുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പവർ ട്രോണിക് കയറ്റുന്നത് കുറച്ച് നല്ലതായിരിക്കാം. പിന്നെ ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഒരു 125 ഇവിടെ മുംബൈയിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ തൊട്ടപ്പുറത്തപ്പുറം ഓഫീസായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അവിടെ നിന്ന് എടുത്തൊരു വണ്ടിയാണ് ഇത്. അതുകൊണ്ടാണ് വണ്ടിയുടെ രജിസ്ട്രേഷൻ MH. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ജോലിക്ക് പോകാൻ വേണ്ടി എടുത്തൊരു വണ്ടിയാണ്. അപ്പോൾ അത് എടുത്തതിന് ശേഷം പുള്ളി അവിടെ നിന്ന് വണ്ടി ഓടിച്ച് നാട്ടിൽ വന്ന് അങ്ങനെ നാട്ടിയിട്ട് ഓടിക്കുകയാണ്. അപ്പോൾ പുള്ളി വേറെ വണ്ടി അപ്ഡേഷൻ ചെയ്യണമെന്ന് നോക്കി. അപ്പോൾ ഹിമാലയനൊക്കെ നോക്കിയാണ്. അപ്പം
ആ വണ്ടി പിന്നെ ബുക്കിംഗ് സമയത്തൊന്നും കിട്ടിയില്ല. പിന്നെ വിചാരിച്ചത് വണ്ടി കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കാതിരുന്നപ്പം പുള്ളിക്ക് വണ്ടിക്ക് കുറച്ചും കൂടെ പെർഫോമൻസ് വേണമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ ഒരു പവർ ടോണിക്കിൻ്റെ വണ്ടി കയറ്റിയത് കേട്ടോ, പെർഫോമൻസ് കുറച്ചും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 125 എടുത്തിട്ട് നിങ്ങൾ ഈ പവർ ടോണിക് സെറ്റ് ചെയ്യാനാണ് നോക്കണമെങ്കിൽ വെറും വേസ്റ്റാണ്. നിങ്ങൾ അതിനേക്കാൾ ഒരു 200 ബൈക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. വെറുതെ 125 ബൈക്ക് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഈ പവർ ടോണിക്ക് കയറ്റാതിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ 125 പൊതുവെ പവർ കുറവാണ്. അപ്പോൾ അത് അറിഞ്ഞിട്ടായിരിക്കുമല്ലോ നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അത് എടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു പവർ കുത്തി കയറ്റുന്നത് അത്ര നല്ലതല്ല. എന്ന് വെച്ചാൽ ഈ ഒന്നാമത്തെ കാര്യം ഈ പവർ ടോണിക്ക് കയറ്റുന്ന വണ്ടിയുടെ ഹെൽത്തിന് മോശമാണ്. കാര്യം എപ്പോഴും ഈ ടോപ്പിൻ്റെ ചെക്കില്ല. നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ കട്ട് ഓഫ് കാണിച്ചില്ലായിരുന്നു. ഇതാണെങ്കിൽ എപ്പോഴും വണ്ടിയുടെ ടോപ്പിൻ്റെ അടിച്ചടിച്ചടിച്ച് പോകാൻ നേരത്തെ വണ്ടിയുടെ ഹെൽത്തിന് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഓണർ അങ്ങനെ പോണ ഒരാളല്ല. അതുകൊണ്ട് ഈ ഒരു വണ്ടി കയറ്റുന്നുണ്ട്. വണ്ടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ദോഷമൊന്നും സംഭവിക്കില്ല. വണ്ടി നോർമൽ സ്പീഡിൽ പോകാനൊക്കെ വണ്ടി കുഴപ്പമൊന്നുമില്ല. പിന്നെ മൈലേജും കൂടുതൽ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ വണ്ടി കയറ്റുന്നത് നല്ലതാണ്. അല്ലാതെ നിങ്ങൾ പെർഫോമൻസ് നോക്കി കയറ്റുകയാണെങ്കിൽ 125 കയറ്റേണ്ട 200 കയറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടി ഓടിച്ചിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ ത്രോട്ട് കൊടുക്കാൻ അത് തോന്നത്തില്ല. കുറച്ച് നല്ല ഹൈവേയിലൊക്കെ പോയി നല്ല രീതിക്ക് കൈയെടുത്ത് പോകാൻ നേരത്ത് ഇതിൻ്റെ പവറിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് വണ്ടി ഈ പവർ ടോണിക് സെറ്റ് ചെയ്തതിന് മുമ്പായിട്ട് വണ്ടി ഇറക്കി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയത് കേട്ടോ. അപ്പോൾ പവർ ടോണിക് സെറ്റ് ചെയ്തിട്ട് ഓടിക്കുമ്പോഴും സെറ്റ് ചെയ്താൽ ഓടിക്കുമ്പോഴും തമ്മിൽ വ്യത്യാസം അതല്ലെങ്കിൽ അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആദ്യം ഓടിച്ച് നോക്കിയത്. അപ്പോൾ എന്തായാലും വണ്ടി പൊളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ തവണ പവർ ടോണിക്കിൻ്റെ വീഡിയോ ചെയ്തത് ഞാൻ. അപ്പം ഒരുപാട് പേര് ചോദിച്ചായിരുന്നു 125 വീഡിയോ അല്ല RM50 സെറ്റ് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഓരോ വണ്ടി വരാൻ നേരത്ത് പവർ ടോണിക്ക് ഓരോ വണ്ടിയിൽ സെറ്റ് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാമേ. ഇനിയിപ്പോൾ പവർ ടോണിക്കിൻ്റെ വീഡിയോ വേണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ, 2 വീഡിയോ ആയില്ലേ. പിന്നെ ഇതിൻ്റെ അകത്ത് മാപ്പ് 1 അല്ല മാപ്പ് 2 സെറ്റ് ചെയ്തത്. അപ്പോൾ മാപ്പ് 1 നമുക്കിപ്പം RPM ലിമിറ്റ് 10 എന്നുള്ളത് 14 വരെ ആവും. അങ്ങനെ ഒരു വ്യത്യാസം വരും. മാപ്പ് 2 സെറ്റ് ചെയ്യാൻ നേരത്ത് പറയുന്നത് എൻ്റെ BHPയുടെ കേസിലൊക്കെ കുറച്ച് വ്യത്യാസം വരുന്നു. വെച്ചാൽ 5 ഞാൻ പറഞ്ഞില്ല, 5 4 5 അത്രയും BHP ഇതിൻ്റെ അകത്ത് വ്യത്യാസം വരും. അപ്പോൾ മാപ്പ് 2 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മാപ്പ് 2 ഇതിൻ്റെ അകത്ത് ക്വിക്ക് ഷിഫ്റ്റർ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ക്വിക്ക് ഷിഫ്റ്റർ ആഡ് ചെയ്യണമെങ്കിൽ 14,000 രൂപയുടെ ഒരു സാധനം ഉണ്ട് കേട്ടോ. അതുകൂടെ വാങ്ങിച്ച് സെപ്പറേറ്റ് വയ്ക്കണം. എങ്കിൽ മാത്രമേ ക്വിക്ക് ഷിഫ്റ്റർ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്വിക്ക് ഷിഫ്റ്റർ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്വിച്ചും വരും. മാപ്പ് 1 മാപ്പ് 2 എന്ന് സ്വിച്ച് വരും കേട്ടോ. അത് വരും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് വണ്ടിയിൽ കുറച്ചുകൂടി പെർഫോമൻസ് കിട്ടുന്നത്. അപ്പം എന്താണ് നേരത്തെ പറഞ്ഞത്, നമുക്ക് പവർ ടോണിക്കിൻ്റെ ആവശ്യം ആരെങ്കിലുണ്ടെങ്കിൽ അൻസിൽ ബ്രോയെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഇവിടെ കൊടുത്തേക്കാം. ഇതിൻ്റെ വയറിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഈ ഒരു സെയിം വീഡിയോ നമ്മൾ അൻസിൽ ബ്രോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കയറി നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയതും വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു പൊളി വീഡിയോ മറ്റും വീണ്ടും വരാം. അതുവരയ്ക്കും ഗുഡ് ബൈ.